ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് TV. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹവും സന്തോഷവും വർദ്ധിപ്പിക്കുവാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. ദമ്പതികൾ ഒന്നിച്ച് യാത്ര പോകണം. ഇത് പലർക്കും അറിയാം, അത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലൂടെയുണ്ട്. യാത്ര പോകുന്നത് ഒരിക്കലും യാത്രക്ക് വേണ്ടി ആവരുത്. യാത്രക്ക് വേണ്ടി യാത്ര പോകാൻ പാടില്ല എന്നർത്ഥം. യാത്ര പോകുന്നത് മൊബൈൽ ഫോൺസ് ഡൈവേർട്ട് ചെയ്ത് വെച്ച്, ബിസിനസ് കോളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ കോളുകളുണ്ടെങ്കിൽ അതൊക്കെ ഡൈവേർട്ട് ചെയ്ത് വേറൊരാളെ ഉത്തരവാദിത്തപ്പെടുത്തി വളരെ അത്യാവശ്യമല്ലാത്ത കോളുകളൊന്നും അറ്റൻഡ് ചെയ്യേണ്ടതില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ സ്വയം മാറിയതിന് ശേഷം കുടുംബത്തോടൊപ്പം 100% മാനസികമായി ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരു യാത്ര, അങ്ങനെയുള്ള ഒരു യാത്രയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കുടുംബങ്ങളിലേക്ക് പോകാം, മനോഹരമായ സ്ഥലങ്ങളിലേക്ക്, മനസ്സിന് സന്തോഷം നൽകുന്ന വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണുവാൻ വേണ്ടി, അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ സ്ഥലങ്ങൾ കാണുന്നു അല്ലെങ്കിൽ കുറേ ആളുകളെ കാണുന്നു എന്നതല്ല ഇവിടെ പ്രാധാന്യമുള്ള വിഷയം. ഇവിടെ പ്രാധാന്യമുള്ള വിഷയം എന്ന് പറയുന്നത് രണ്ടുപേരും, ഇണകൾ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കളും ഒന്നിച്ചായിരിക്കുന്നു കുറേ സമയം അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയുള്ള യാത്രകൾ നമുക്ക് ചുരുങ്ങിയത് വർഷത്തിൽ ഒരു തവണയെങ്കിലും പോകാൻ സാധിച്ചാൽ പിന്നീടുള്ള ഒരുപാട് മാസങ്ങൾ തന്നെ ഓർമ്മിച്ച് വെക്കാവുന്ന വളരെ സുന്ദരമായ മനോഹരമായ ഒരുപാട് ഓർമ്മകളുമായിട്ട് ആ ഒരു 2 ദിവസത്തെ യാത്ര അല്ലെങ്കിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ യാത്ര നമുക്ക് പോയി വരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് ദാമ്പത്യത്തിൽ ഞാനുമായിട്ട് ഒന്നിച്ചിരിക്കുവാൻ വേണ്ടി, ഞങ്ങളെ യാത്ര കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ ഭർത്താവിന് ഞങ്ങളോട് അത്രയും താല്പര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഉള്ള ഒരുപാട് ജോലികളിൽ നിന്ന് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ജോലിക്ക് പോകാത്ത സ്ത്രീകളാണെങ്കിൽ എല്ലാ ദിവസവും ജോലിയാണ്, അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ഒരു ചെറിയ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുള്ള ഒരു റെസ്റ്റാണ് കിട്ടുന്നത്. അത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്നും ജോലി, ഓഫീസ്, ബിസിനസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതിൽ നിന്നുള്ള ഒരു മോചനമാണ്. കുട്ടികൾക്കാണെങ്കിൽ ഡെയിലി പോകുന്ന അല്ലെങ്കിൽ കാണുന്ന അവസ്ഥയിൽ നിന്നുള്ള ഒരു സന്തോഷകരമായ ഒരു മാറ്റം, ഇത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപാട് മാനസികമായ ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ, ഒരു ആന്തരിക സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ഈ അർത്ഥത്തിൽ നമുക്ക് യാത്ര പോകുവാൻ സാധിക്കുമെങ്കിൽ, ഒരു തവണ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്ന സമയത്ത് ഒരു തവണ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദമ്പതികൾ യാത്ര പോകണമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഒരു കപ്പിൾ യാത്ര പോയി. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് മറ്റൊരിക്കൽ കാണുന്ന സമയത്ത് വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് പറഞ്ഞ പോലെ യാത്രയൊക്കെ ഞങ്ങൾ പോയി, 2 ദിവസത്തെ യാത്രയായിരുന്നു. പക്ഷേ യാത്ര പോകാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് കോളുകൾ വരാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എടാ 4 ലോഡ് അങ്ങോട്ട്, ഒരു 8 ലോഡ് ഇങ്ങോട്ട്, കോയമ്പത്തൂരിലേക്ക് ഒരു 14 ലോഡ് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം സിമെൻറ്റിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ കോളുകൾ വരികയും, സാറേ ഞങ്ങളോട് സംസാരിക്കുവാൻ, എന്നോട് സംസാരിക്കുവാൻ, വഴിയിൽ കാണുന്ന കാഴ്ചകളുമായി ഞങ്ങൾക്കൊന്നിച്ച് സന്തോഷത്തോടെ സംസാരിക്കുവാനും, അതേപോലെ വഴിയരികിൽ എവിടെയെങ്കിലുമൊക്കെ നിർത്തി സന്തോഷത്തോടെ ഒന്ന് ഫോട്ടോ എടുക്കുവാനും ഒന്നുപോലും സമയമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ആ യാത്ര. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് ഒരു തവണ ഒരു സ്ത്രീ ഒരിക്കൽ അനുഭവം പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയല്ല, ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുകയാണ്, യാത്ര ഒരിക്കലും യാത്രയ്ക്ക് വേണ്ടിയല്ല, മാനസികമായ ഐക്യപ്പെടാൻ വേണ്ടി. സ്ഥലങ്ങൾ കാണുന്നു, ഒരുപാട് ആളുകളെ കാണുന്നു എന്നതിന് പകരം ഒന്നിച്ചായിരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. ഇങ്ങനെയുള്ള യാത്രകൾ പരസ്പരമുള്ള മാനസികമായ ഐക്യം, കുടുംബത്തിലെ സന്തോഷം വർദ്ധിക്കാൻ ഒരുപാട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളത് അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ബി വിത്ത് us, ഹാപ്പി ലൈഫ് TV.